പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തോട്ടും ഇടതുവശത്തുള്ള വണ്ടിയുടെ തിരിവുകളാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ടൂ വീലർ റൈറ്റിലോട്ട് തിരിക്കുമ്പോഴും വണ്ടി വലത്തോട്ട് ചരിഞ്ഞാലേ ആ വണ്ടി വലത്തോട്ട് തിരിഞ്ഞു വരുള്ളൂ. നമ്മൾ ഇടത്തോട്ട് തിരിക്കുമ്പം ഇടതുവശത്തോട്ട് വണ്ടി ചരിഞ്ഞാലേ തിരിഞ്ഞു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വലത്തോട്ട് തിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ടിയെ വലത്തോട്ട് തിരിക്കുന്നതോടൊപ്പം വലത്തേക്കാൽ താഴെ ഊന്നണം. പിടികിട്ടിയ ഇടത്തേക്കാൽ ഫുഡ് റെസ്റ്റിൽ ഉയർത്തി വയ്ക്കണം. അപ്പോൾ വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ വലത്തേക്കാൽ താഴെ ഊന്നണം, ഇടത്തേക്കാൽ ഉയർത്തി വയ്ക്കും ഫുഡ് റെസ്റ്റിൽ. ലെഫ്റ്റിലോട്ടാണ് തിരിക്കുന്നതെങ്കിൽ ഇടത്തേക്കാൽ താഴെ ഊന്നണം, വലത്തേക്കാൽ മുകളിൽ. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കണം. അപ്പോൾ ഞാൻ വണ്ടി കയറാൻ വേണ്ടി നമ്മൾ എപ്പോഴും ടൂ വീലറിൽ കയറുമ്പോഴും ഏത് പിടിച്ചിട്ടേ കയറാവും? ബ്രേക്ക് പിടിച്ചിട്ടേ കയറാവും. ബ്രേക്ക് പിടിച്ച് വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്നു. ഓക്കെ, ഇഗ്നിഷൻ ഓൺ ചെയ്യുന്നു, കിക്കറിൽ കാല് വയ്ക്കുന്നു. കിക്കറിൽ കാല് വെച്ച് ഒറ്റ അടിയല്ല, കിക്കർ ഇങ്ങനെ പകുതി കൊണ്ട് ടൈറ്റ് ആവുന്ന ഭാഗം നിർത്തിയിട്ട് ചവിട്ടിയെന്നിട്ടാവും. അപ്പോൾ ഇത് ചവിട്ടിയിട്ട് കാലം കിടക്കരുത്. ചവിട്ടി സ്റ്റാർട്ട് ആയാലും ഇല്ലെങ്കിലും അത് കഴിഞ്ഞിട്ടേ കാലെടുക്കാം. അപ്പോൾ ഞാൻ തിരിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇവിടെ തിരിക്കാൻ പോകുന്നത് റൈറ്റിലോട്ടാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് പോയിട്ടാണ് റൈറ്റിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടതുവശം ചേരുന്നു, ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. അല്ല, അപ്പോൾ വണ്ടി തിരിക്കുന്ന വലത്തോട്ടാണ്. വണ്ടി എങ്ങോട്ട് ചരിയണം? റൈറ്റ്. കണ്ടോ, റൈറ്റ് കാല് ഊന്നി ഞാൻ തിരിക്കുകയാണ്. തിരിച്ചു. ഇത് കഴിയുമ്പം ഇനി ഇടത്തോട്ടാണ് തിരിക്കുന്നത്. അപ്പം വലതുവശം ചേരണം. വലതുവശം ചേർന്നിട്ട് ഇടത്തേക്കാല് താഴെ ഊന്നണം. കണ്ടോ, വണ്ടി ഇങ്ങനെ ചരിയണം. എന്നിട്ട് അകലെ കൂട്ടിയാണ് വരേണ്ടത്. അകലെ കൂട്ടി കണ്ടോ. അപ്പം തിരിക്കുന്ന കമ്പിയെ ചേരാതെ അകലം കൂട്ടി തിരിക്കണം. കണ്ടോ, വീണ്ടും മാക്സിമം അകലം കൂട്ടി അടുത്ത കാല് ഊന്നി കണ്ടോ തിരിക്കണം. ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ തിരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ആക്സിലേറ്റർ അല്ല, ആക്സിലേറ്റർ കൊടുക്കുന്നു, കുറയ്ക്കുന്നു, കൊടുക്കുന്നു, കുറയ്ക്കുന്നു, വീണ്ടും ഇടത്തേക്കാൽ. ഇങ്ങനെ ഒരു 3-4 റൗണ്ടുകൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി ഏകദേശം കയ്യിൽ നിന്ന് തുടങ്ങിയെന്ന് തോന്നുമ്പോഴത്തേക്ക് കാല് ഉയർത്തണം. കണ്ടോ, കാല് ഉയർത്തി കണ്ടോ, വലത്തോട്ട് വണ്ടിയുടെ ബോഡി ചരിഞ്ഞാലേ തിരിഞ്ഞു വരുള്ളൂ. കണ്ടോ, അതുപോലെ ഇടത്തോട്ട് ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 കമ്പികളെ ചുറ്റിത്തിരിയുന്നത് കറക്റ്റ് 8 എടുക്കുന്നതിന് സമമാണ്. അപ്പോൾ നമ്മൾ തിരിക്കുന്ന ആ ഒരു കമ്പി അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന റൂട്ട് നോക്കി വേണം തിരിക്കേണ്ടത്. നമ്മൾ എങ്ങോട്ടാണ് വണ്ടിയെ കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ ആദ്യം കാണണം. അപ്പോഴേ അതിനനുസരിച്ച് നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുകയുള്ളൂ. അപ്പോഴേ വണ്ടി ഇങ്ങനെ തിരിഞ്ഞു വരുള്ളൂ. പിടികിട്ടിയ? അപ്പോൾ 2 വശത്തോട്ടുള്ള ആ ഒരു തിരിവുകളുണ്ട്. വണ്ടി ഇങ്ങനെ ചരിഞ്ഞു വരണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 എല്ലായിടത്തും എളുപ്പമായിരിക്കണം. ചില കുട്ടികൾ ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് അവർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ബാലൻസ് ചെയ്യും. അതോടുകൂടി വണ്ടിയുടെ ഭാഗം പിടികിട്ടിയ? കമോൺ.